നമസ്കാരം. മോർണിംഗ് വൈബ്സ് ആരംഭിക്കുകയാണ്. 18ാം ലോക്സഭയുടെ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം ആ ലോക്സഭാ രൂപീകരണം 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് എന്ന പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. കേരളത്തിലെ അടക്കം അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റിൽ പല വിധത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും നീറ്റ് വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിലായ സമയമാണ് ഇപ്പോൾ. പ്രതിപക്ഷം പതിവിലധികം ശക്തരാണ് എന്നതും പ്രത്യേകതയാണ്. അങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ കാണാം പാർലമെന്റിൽ. ഭരണപക്ഷത്തിന്റെ ആരോപണത്തിന്റെ മറുപടികൾക്കും മൂർച്ച ഒട്ടും കുറയില്ല. ഏതായാലും ഏറെ പ്രത്യേകതകളുള്ള ഒരു പാർലമെന്റ് കാലത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. മറ്റൊന്ന്, സർക്കാരിനും മുഖ്യമന്ത്രിക്കും മറ്റുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ CPM ജില്ലാ കമ്മിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് രൂക്ഷമായ വിമർശനം ഉണ്ടായി എന്നാണ് ഇന്നലെ മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ, ഭരണത്തിനെതിരെ, EP ജയരാജനെതിരെയൊക്കെയുള്ള വിമർശനങ്ങളുടെ പ്രത്യേകതകളുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളാണ് ഇന്ന് മോർണിംഗ് വൈബ്സിലുള്ളത്. നമുക്കാദ്യം 18ാം ലോക്സഭയുടെ വാർത്തകളിലേക്ക് തന്നെ പോകാം. ആ സമ്മേളനം തുടക്കമാവുകയാണ്. പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. കേരളത്തിലെ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അതേസമയം പ്രോടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയേക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാത്തതിലാണ് പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. രാകേഷ് ഉണ്ട്. രാകേഷ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പാർലമെന്റ് സമ്മേളനത്തിന്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥയല്ല ഇത്തവണയുള്ളത്. പൂർവാധികം ശക്തിയുള്ള ഒരു പ്രതിപക്ഷമാണ്. സ്വാഭാവികമായും ആക്രമണങ്ങളുടെ മൂർച്ച കൂടും. എന്തൊക്കെ പ്രതീക്ഷിക്കണം നമ്മൾ ഈ ദിവസങ്ങളിൽ? രഞ്ജിത്ത്, 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഏതായാലും ഇന്ന് തുടക്കമാവുകയാണ്. 11 മണിക്കാണ് സഭ സമ്മേളിക്കുക. ഇന്ന് പ്രധാനമായും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. ഇന്നും നാളെയും ഷെഡ്യൂൾ പ്രകാരം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. അതിനു മുൻപായി പ്രോട്ടം സ്പീക്കറായി BJP അംഗം ഭർത്തൃഹരി മെഹ്താബ് സത്യപ്രതിജ്ഞ ചെയ്യും. അത് രാഷ്ട്രപതി ഭവനിൽ 11 മണിക്ക് മുൻപായാണ് സത്യപ്രതിജ്ഞ നടക്കുക. അതിനുശേഷം ഭർത്തൃഹരി മെഹ്താബ് ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് മേൽനോട്ടം വഹിക്കും. അതാണ് ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിക്കുക സഭയിലെ നേതാവ് എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനുശേഷം ക്യാബിനറ്റ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, പിന്നീട് സഹമന്ത്രിമാർ, അതിനുശേഷം മറ്റംഗങ്ങൾ. ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് അക്ഷരമാല ക്രമത്തിലാണ്. അതായത് ആൻഡമാൻ നിക്കോബാറിൽ നിന്നുള്ള അംഗമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം ആന്ധ്രാപ്രദേശ്, അങ്ങനെ അക്ഷരമാല ക്രമത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. ഏതായാലും കേരളത്തിൽ നിന്ന് 18 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിലെ ലോക്സഭാംഗത്വം അദ്ദേഹം രാജിവെച്ചിരുന്നു. അപ്പോൾ 19 അംഗങ്ങളാണ് പിന്നീട് അവശേഷിക്കുന്നത്. ശശി തരൂർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം അദ്ദേഹം വിദേശ സന്ദർശനത്തിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച മാത്രമായിരിക്കും ശശി തരൂർ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ 18 MP-മാർ ഇന്ന് കേരളത്തിൽ നിന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. ആദ്യം കാസർഗോഡ് നിന്നുള്ള അംഗം രാജ്ഭവനിലെത്താൻ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം കണ്ണൂർ എന്നിങ്ങനെ അവസാനമാണ് തിരുവനന്തപുരത്ത് അംഗം സത്യപ്രതിജ്ഞ ചെയ്യുക. ആ രീതിയിലാണ് ഇപ്പോൾ ഏതായാലും ലോക്സഭ അതിന്റെ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നാളെയും സമാനമായ രീതിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. നാളെ വൈകിട്ട് 6 മണി വരെയും ഇതിന്റെ ഷെഡ്യൂൾ ഏതായാലും തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 2 സഭ പോലെയല്ല, പ്രതിപക്ഷത്തിന് വലിയ അംഗബലമുണ്ട്. ഇന്ത്യ സഖ്യം ഏതാണ്ട് സർക്കാരിനോടൊപ്പം നിൽക്കുന്ന അത്ര ഏതാണ്ട് അംഗങ്ങളുണ്ട്. 235 അംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന നീറ്റ് വിവാദം, ഒപ്പം തന്നെ പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വരും. ഒപ്പം തുടർച്ചയായി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ, പശ്ചിമ ബംഗാളിൽ അടുത്തിടെയാണ് വലിയ ട്രെയിൻ അപകടം ഉണ്ടായത്. ഒപ്പം ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ ഈ പരീക്ഷാ ക്രമക്കേട് രാജിവെക്കണം എന്ന ആവശ്യം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. അത് സഭയിലും തുടരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും അടുത്ത ദിവസങ്ങൾ ഈ ചർച്ചകളിലേക്ക് കടക്കും. ഇന്നും നാളെയും സത്യപ്രതിജ്ഞയാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാഷ്ട്രപതി 2 സഭകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. അന്നാണ് രാജ്യസഭാ നടപടികളും ആരംഭിക്കുക. അതിനുശേഷം തൊട്ടടുത്ത ദിവസം നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സഭയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഏതായാലും ഈ സമ്മേളനം വലിയ രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകത ഈ പ്രതിപക്ഷ നേതാവ് അതിലേക്ക് വരാം. അതിനു മുമ്പ് പ്രോടൈം സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ കൊടിക്കുന്നിൽ സുരേഷ് വിഷയത്തിൽ കോൺഗ്രസ് ഉയർത്തിയ ഒരു പ്രതിഷേധമുണ്ടല്ലോ രാകേഷ്, അത് തുടരുമെന്ന് തന്നെയാണ്. കാരണം പ്രോടൈം സ്പീക്കർ പാനലിൽ നിന്നൊക്കെ പ്രതിപക്ഷം പിന്മാറാനുള്ള സാഹചര്യമുണ്ട്.
സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തെ എങ്ങനെയാകും സഭയിൽ കൈകാര്യം ചെയ്യുക? പുറത്ത് വലിയ പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി അടക്കം. അതിനെ സഭയിൽ അതേ വർദ്ധിത വീര്യത്തോടുകൂടി ഈ വിഷയം ഉന്നയിക്കുമോ പ്രതിപക്ഷം? രഞ്ജിത്ത്, ആ വിഷയം ഏതായാലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ്. സാധാരണഗതിയിൽ കീഴ്വഴക്കമനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗമാണ് ഇത്തരത്തിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകേണ്ടത്, പ്രോട്ടം സ്പീക്കർ ആകേണ്ടത്. പക്ഷേ നിലവിലെ സഭയിലെ ഏറ്റവും സീനിയറായ രണ്ട് അംഗങ്ങൾ, ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും മറ്റൊന്ന് മധ്യപ്രദേശിൽ നിന്നുള്ള BJP അംഗം വീരേന്ദ്രകുമാറുമാണ്. ഇതിൽ വീരേന്ദ്രകുമാർ നിലവിൽ മോദി മന്ത്രിസഭയിൽ അംഗമാണ്. സ്വാഭാവികമായും ഏറ്റവും സീനിയർ അംഗം പ്രതിപക്ഷ നിരയിൽ അല്ലെങ്കിൽ പ്രോട്ടം സ്പീക്കർ ആകേണ്ടിയിരുന്ന ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞുകൊണ്ട് 7 തവണ MP ആയ ഭർതൃഹരി മെഹ്താബിനെ സർക്കാർ നിയമിക്കുകയായിരുന്നു. ഇതിലാണ് പ്രതിഷേധം. അപ്പോൾ സർക്കാർ അതിന് പറയുന്ന പ്രധാനപ്പെട്ട വാദമായി ഉന്നയിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് തുടർച്ചയില്ല എന്നൊരു വാദമാണ് സർക്കാർ നിരത്തുന്നത്. കാരണം 89-ൽ അദ്ദേഹം MP ആയെന്നത് ശരിയാണ്, പക്ഷേ അദ്ദേഹം 2 തവണ തോറ്റിട്ടുണ്ട്. അതായത് 98-ലും ഒപ്പം തന്നെ 2004-ലും കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെട്ടു. ഭർതൃഹരി മെഹ്താബിന്റെ കാര്യത്തിൽ സർക്കാർ വിശദീകരിക്കുന്നത് 98-ലാണ് MP ആയതെങ്കിൽ പോലും പിന്നീട് തുടർച്ചയായുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും 7 തെരഞ്ഞെടുപ്പുകളും അദ്ദേഹം വിജയിച്ചു. അപ്പോൾ അത് പരിഗണിച്ചാണ് ഭർതൃഹരി മെഹ്താബിനെ പ്രോട്ടം സ്പീക്കറാക്കി നിയമിച്ചത് എന്ന വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഏതായാലും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. കാരണം സീനിയോറിറ്റി കൊടിക്കുന്നിൽ സുരേഷിനാണ് എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഏതായാലും പ്രോട്ടം സ്പീക്കറെ സഹായിക്കാനുള്ള ഈ സമിതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. അതിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് 3 പേരുണ്ട്, മറ്റ് 2 പേർ ഭരണകക്ഷി അംഗങ്ങളാണ്. ഇതിൽ കൊടിക്കുന്നിൽ സുരേഷിന് പുറമെ TR ബാലു DMK നേതാവാണ്, അദ്ദേഹം ഈ പാനലിൽ അംഗമാണ്. ഒപ്പം തന്നെ സുദീപ് ബന്ദോപാധ്യായ തൃണമൂൽ കോൺഗ്രസ് അംഗമാണ്, അദ്ദേഹവും ഈ പാനലിൽ അംഗമാണ്. അപ്പോൾ ഈ 3 പേരും ഈ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ DMK അടക്കമുള്ള കക്ഷികളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഏതായാലും കൈക്കൊള്ളുക. മറ്റൊന്ന്, ഈ ലോക്സഭ കാലയളവിൽ ഒരു പ്രത്യേകത സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം TDP ഏതാണ്ട് സ്പീക്കർ എന്ന ക്ലെയിമിൽ നിന്ന് പിന്മാറിയ പശ്ചാത്തലമുണ്ട്. അത് പ്രതിപക്ഷം മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് പതിവെന്നവർ പറയുന്നു, ശക്തമായ പ്രതിപക്ഷമുള്ള സാഹചര്യത്തിൽ. പക്ഷേ അപ്പോൾ അത് സമ്മതിക്കാൻ ഒരു തരത്തിലും ഭരണപക്ഷം NDA തയ്യാറാവില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം TDPക്ക് നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ സ്പീക്കർ തുടരുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെന്നാണ് ദേശീയ തലത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും ചിന്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ രാകേഷ്? രഞ്ജിത്ത്, ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് ആദ്യം TDP അവകാശവാദം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് 99-ൽ GMC ബാലയോഗി സ്പീക്കറായിരുന്നു എന്ന വാദം അന്ന് NDA സർക്കാർ തന്നെയായിരുന്നു. അതൊക്കെയാണ് TDP ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ TDP അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ BJPയിലും തന്നെയായിരിക്കും സ്പീക്കർ ഉണ്ടാവുക. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് കോട്ടയിൽ നിന്നുള്ള രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള അംഗമായ നിലവിലെ സ്പീക്കറായ ഓം ബിർള തന്നെ ആ സ്ഥാനത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം നാളെയാണ് ഈ പത്രിക സമർപ്പിക്കേണ്ട തീയതി. അപ്പോൾ അതിനു മുൻപായി ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം BJPയുടെ ഭാഗത്തുനിന്ന് NDAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. കാരണം കഴിഞ്ഞ തവണ ആ പദവി ഒഴിച്ചിടുന്ന സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവിയെ ഉണ്ടായിരുന്നില്ല, അത് ഒഴിച്ചിടുകയായിരുന്നു. പക്ഷേ കീഴ്വഴക്കം അനുസരിച്ച് ഈ പദവി പ്രതിപക്ഷത്തിന് നൽകുകയാണ് പതിവ്. മുൻകാലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മോദി സർക്കാരിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. 1ാം മോദി സർക്കാരിന്റെ കാലത്തും അങ്ങനെയായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ADMK അംഗം തമ്പിദുരയായിരുന്നു അന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ വന്നത്. അന്ന് ADMKക്ക് 37 അംഗങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കക്ഷി അന്ന് ADMK ആയിരുന്നു. അപ്പോൾ ADMKയിൽ നിന്നാണ് അന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയത്. പക്ഷേ ഇത്തവണ എന്തായിരിക്കും സർക്കാരിന്റെ തീരുമാനം എന്നത് നിർണായകമാണ്. ഒരുപക്ഷെ TDPക്ക് നൽകും. കാരണം അവർ അവകാശവാദം ഇതിനോടകം തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ തൽക്കാലം പിന്മാറിയെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അവർക്ക് നൽകാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അക്കാര്യത്തിൽ ശക്തമായ നിലപാട് തുടരുമെന്ന നിലപാടിലേക്കാണ് ഏതായാലും കോൺഗ്രസും ഇന്ത്യ സഖ്യവും എത്തിയിട്ടുള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും 18ാം ലോക്സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സംഭവ ബഹുലമായ ഒരു സമ്മേളന കാലയളവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ അതിശക്തമായ പ്രതിപക്ഷമാണ്. ഭരണപക്ഷത്തിനും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ അവതരിപ്പിക്കാനുണ്ട്. ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. നീറ്റ് വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. അങ്ങനെ ഘടകകക്ഷികളെ കൂടി ഒപ്പം നിർത്തിയുള്ള ഒരു സർക്കാർ
നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ വാക്കുകൾ കഴിഞ്ഞ 2 കാലയളവിൽ നമ്മൾ കണ്ടതാണ്. അതിമൂർച്ചയുള്ള ശക്തമായ വാക്കുകളായിരുന്നു. അത് ഇത്തവണ ഏത് തരത്തിലായിരിക്കുമെന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേ സ്ട്രാറ്റജി NDA സഖ്യം തുടരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.